കീരമ്പാറ സെക്ഷനിലെ അപ്രഖ്യാപിത പവർ കട്ട് ജനങ്ങളെ വലയ്ക്കുന്നു. കുടിവെള്ള വിതരണം പോലും തടസ്സപ്പെട്ടതോടെ ജനജീവിതം ദുരിതത്തിലായി. പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് സമരത്തിലേക്ക്. കീരമ്പാറ KSEB ഓഫീസിന് കീഴിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത പവർ കട്ട് മൂലം ജനങ്ങൾ വലയുന്നു. വാട്ടർ അതോറിറ്റിയെ ആശ്രയിച്ച് ജീവിക്കുന്ന പഞ്ചായത്തിലെ 83% വരുന്ന ശുദ്ധജല ഉപഭോക്താക്കളാണ് ദുരിതക്കയത്തിലായത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ജോർജ് പറഞ്ഞു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കീരമ്പാറ KSEB സെക്ഷൻ ഓഫീസിന് കീഴിൽ വരുന്ന മുഴുവൻ പ്രദേശങ്ങളിലും വൈദ്യുതി ഇല്ലാതായിട്ട് ഏകദേശം 3 ദിവസം പിന്നിട്ടു. ഇതിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശം പെരുവണ്ണൂരുണ്ട്, നാടുകാണിയുണ്ട്, മാമലകണ്ടമുണ്ട്, കുട്ടമ്പുഴയുണ്ട്, അതുപോലെ തന്നെ തട്ടേക്കാടുണ്ട്, പുന്നേക്കാടുണ്ട്, ഊഞ്ഞാപ്പാറയുണ്ട്, കീരമ്പാറയുണ്ട്, ചെങ്കരയുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളെ വലിയ ഒരു വൈഡ് ഏരിയ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഈ വൈദ്യുതി ഇല്ലാതായിട്ട്. ഞങ്ങൾ വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ അവരെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവരെ ഓഫീസിലെ ഫോണെല്ലാം നിശ്ചലമാണ്. അവരെ ഫോണിലേക്ക് വിളിക്കാൻ കിട്ടുന്നില്ല. പരാതി പറയാൻ ശ്രമിക്കുമ്പോൾ പിന്നെ മേലുദ്യോഗസ്ഥരാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരെ വിളിക്കുമ്പോൾ ആളെടുക്കും. എടുത്ത് പറയുമ്പോൾ അവർ സെക്ഷൻ ഓഫീസ് ആയി ബന്ധപ്പെടണം. അവിടുത്തെ ഓഫീസ് അല്ലെങ്കിൽ നിങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് ഉള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പറയാനാണ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ വിളിച്ചു പറഞ്ഞാലും യാതൊരു പരിഹാര മാർഗവും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കിട്ടുന്നില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല. ഇപ്പോൾ വേനൽ മഴ പെയ്തിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. ഇന്നലെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഊഞ്ഞാപ്പാറ മേഖലയിൽ ഇരിക്കുന്ന പമ്പ് ഹൗസിനോട് ചേർന്നിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിലേക്ക് ഒരു മഴ ഒടിഞ്ഞാടി ആ ട്രാൻസ്ഫോമറിന് തകരാറ് സംഭവിച്ചു. അത് ഇന്നലെ ഉണ്ടായ സംഭവമാണ്. പക്ഷേ 2 ദിവസം മുമ്പേ മുതൽ ഇവിടെ കറണ്ട് ഇല്ലാതെയായി. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലിരിക്കുന്ന ഫ്രിഡ്ജുകളെല്ലാം അത് നാശമോശമായി. അത്തരം കാര്യങ്ങൾ അവരുടെ നാശനഷ്ടം ഉണ്ടായി. വലിയ തുക അവർക്ക് നഷ്ടപ്പെട്ടു. വീടുകളിലിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നഷ്ടപ്പെടുന്നു. തൊട്ടടുത്ത് കീരമ്പാറയിൽ പഞ്ചായത്ത് മെമ്പർ മേരി സണ്ണി തേക്കുംകുടി അവരുടെ വീട്ടിൽ 4 ഫാനും പോയി, അതുപോലെ അവരുടെ ഫ്രിഡ്ജ് പോയി. അതിൻ്റെ കാരണം വോൾട്ടേജ് വന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് വൈദ്യുതി ലൈനിൽ കൃത്യമായി പരിശോധന നടത്തി വോൾട്ടേജ് കൃത്യമാക്കി കൊടുക്കേണ്ട സ്ഥാനത്ത് അവർ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോകും, വീട്ടിൽ പോകും. അതിനുശേഷം അതിന് പരിഹാരമായി യാതൊരു മാർഗങ്ങളും കാണുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി ഓഫീസിന്റെ പ്രവർത്തന മേഖലയിൽ വൈദ്യുതി ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി വോൾട്ടേജ് കൂടിയും കുറഞ്ഞും വരുന്ന സാഹചര്യം ആണുള്ളത്. ഇതുമൂലം നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെ ഭക്ഷ്യവസ്തുക്കൾ ഫ്രിഡ്ജിലിരുന്ന് കേടാകുന്നുണ്ട്. ചില സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട ഗതികേടിലുമാണ്. ആയിരക്കണക്കിന് രൂപയാണ് സ്ഥാപന ഉടമകൾക്ക് സംഭവിച്ച നഷ്ടം. ഗാർഹിക ഉപഭോക്താക്കളുടെ ഭവനങ്ങളിലെ ഇലക്ട്രിക് ഉപഭോഗ വസ്തുക്കൾ കേടാകുന്നതും പതിവാണ്. വൈദ്യുതി തടസ്സത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഓഫീസുകളിൽ വിളിച്ചാൽ ഒരു വിവരവും ലഭ്യമല്ല. എല്ലാ ഫോണുകളും ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് ജനങ്ങളുടെ പരാതി. മേലുദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ നിങ്ങൾ സെക്ഷൻ ഓഫീസുകളുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം. വലിയ അനാസ്ഥയാണ് വൈദ്യുതി ബോർഡ് ജനങ്ങളോട് കാണിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഊഞ്ഞാപ്പാറ, തട്ടേക്കാട് പമ്പ് ഹൗസുകളിൽ നിന്നാണ് ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റി കുടിവെള്ളം നൽകുന്നത്. ഈ 2 പമ്പുകളിലും വൈദ്യുതി ഇല്ലാത്തതിനാൽ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വനാതിർത്തി മേഖലയിൽ ലൈനിൽ തകരാറ് സംഭവിച്ചാൽ ടൗൺ പ്രദേശങ്ങളിൽ പോലും വൈദ്യുതി ഓഫ് ചെയ്യും. ഈ പ്രാകൃത രീതി അവസാനിപ്പിച്ച് പഴയ രീതിയിൽ സെക്ഷൻ ഫ്യൂസുകൾ വയ്ക്കാൻ KSEB തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ വിഷയം സംബന്ധിച്ച് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനും എറണാകുളം ജില്ലാ കളക്ടർക്കും ഇമെയിലിൽ നിവേദനം അയച്ചിട്ടുണ്ടെന്ന് PC ജോർജ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ജനങ്ങൾ ആകെ വളരെയേറെ വിഷമത്തിലും ഇരിക്കുന്ന ഘട്ടത്തിൽ നമ്മളൊരു നിവേദനം തയ്യാറാക്കി വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ജില്ലയുടെ ഭരണത്തലവൻ എന്ന നിലയിൽ കളക്ടർക്കും അത് ഇമെയിലായിട്ട് നമ്മൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. എത്രയും വേഗം വൈദ്യുതി ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടിയും കഴിഞ്ഞ 3 ദിവസക്കാലമായി കുടിവെള്ളമില്ലാത്ത ഒരു മേഖല, അതായത് കീരമ്പാറ പഞ്ചായത്തിലെ 83% ആളുകളും വെള്ളം ശുദ്ധജലം ഉപയോഗിച്ചാണ് ജീവിതമാർഗം മുന്നോട്ട് നീക്കുന്നത്. അതിന് തടസ്സം വന്നിട്ട് 3 ദിവസമായി. ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പോലുമുള്ള അവസരം ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇവിടുത്തെ ജനങ്ങളാകെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾ എന്ത് കാര്യങ്ങൾ ന്യായീകരണം പറഞ്ഞാലും, ഇപ്പോൾ ട്രാൻസ്ഫോമർ പോയി, അത് ഇന്നലെ പോയി മരം ഒടിഞ്ഞാടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിനകത്തുണ്ടായിട്ടുള്ളത് അനാസ്ഥ
തന്നെയാണ്. ഇപ്പോൾ കുട്ടമ്പുഴയിൽ ഒരു മടക്കല വന്ന ഒരു ലൈനിൽ ചാടിയാൽ പോലും കറണ്ട് ഈ നഗരപ്രദേശത്തില്ല. തൊട്ടടുത്ത് വെക്കണ പോസ്റ്റ് ഇതെല്ലാം നിങ്ങൾ ഇതിൻ്റെ വിഷ്വലൊക്കെ എടുത്തിട്ടുള്ളതാണ്. തൊട്ടടുത്ത് വെക്കണ പോസ്റ്റ് ഈ കവലയിലാണ് നിൽക്കുന്നത്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഊഞ്ഞാപ്പാറ കവലയിൽ നിൽക്കുന്ന പോസ്റ്റിലേക്ക് കോതമംഗലത്ത് നിന്ന് വരുന്ന കണക്ഷൻ കൊടുക്കുന്നത് വലിയ പ്രയാസമുണ്ടോ? തൊട്ടടുത്ത് ഒരു 250 മീറ്റർ അപ്പുറത്ത് നമ്മുടെ മഠത്തിൻ്റെ സൈഡിലേക്ക് പോകുന്ന റോഡിൻ്റെ അവിടം വരെ വൈദ്യുതി എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജനങ്ങളെ ആകെ കഷ്ടത്തിലും ദുരിതത്തിലുമാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടിയുമായി ജനങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. വൈദ്യുതി തടസ്സത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വിവിധ മേഖലകളിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ച് അതിശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.